മഹറൂഫെ, ഇപ്പോൾ നവംബർ 17-നാണല്ലോ നമ്മുടെ ഹാക്ക് യുവർ മൈൻഡ് എന്ന പ്രോഗ്രാമിൻ്റെ 1 ഡേ പ്രോഗ്രാം. അതിപ്പോൾ യങ് മേക്കർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഫസ്റ്റത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതൊരു 1 ഡേ നീളമുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം? നമ്മൾ എല്ലാ വർഷവും നമുക്ക് പെരുന്നാളുണ്ട്, ഓണമുണ്ട്, അല്ലെങ്കിൽ വിഷു ഉണ്ട്, ക്രിസ്മസ് ഇനി വരാൻ പോകുന്നു, ഇതൊക്കെ ഉള്ളതാണ്. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു ഷോപ്പിൽ പോവുകയാണ്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പല ഷോപ്പിലും പോകുമ്പോൾ, ഞാനൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ഞാനും എൻ്റെ വൈഫ് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, വൈഫ് താത്താനോട് പറയും ആ ഷോപ്പിൽ പോകണ്ട, അവിടെ ഒന്നുമില്ല, അവിടെ നമ്മൾ പണ്ട് കണ്ടത് തന്നെയാണുള്ളത് പറയും. പണ്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം മുമ്പത്തെ കാര്യമല്ല, അവർ ചിലപ്പോൾ 2 വീക്ക് മുമ്പേ അല്ലെങ്കിൽ 1 മാസം മുമ്പ് പോയപ്പോൾ കണ്ട അതേ ഡ്രസ്സാണ് ഉള്ളതെന്ന് പറയും. അപ്പോൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു 10 വർഷങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 10 വർഷത്തെ പെരുന്നാൾക്ക് നിങ്ങൾ 10 ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒരിക്കലും 10 കൊല്ലം മുമ്പ് എടുത്ത ഡ്രസ്സ് എടുത്ത് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കില്ല, അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കില്ല, അല്ലെങ്കിൽ ഓണം ആഘോഷിക്കില്ല. അപ്പോൾ ഡ്രസ്സിന് നമുക്ക് വെറൈറ്റി ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ ആവശ്യമാണ്. ഇനി നിങ്ങളൊരു ഹോട്ടൽ നോക്കുക, ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാ ദിവസവും ഒരേ മെനു ആണെങ്കിൽ നമ്മൾക്ക് അവിടെ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ദിവസവും ഒരേ മെനു ആണ്. അപ്പോൾ നമ്മൾ പറയാം നമുക്ക് ആ ഹോട്ടലൊന്ന് മാറ്റി പിടിക്കാം, വേറൊരു വെറൈറ്റി സംഭവം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്കത് പോരാ. ഇനി നിങ്ങൾ ജോലിയുടെ കാര്യം എടുത്ത് നോക്കുക. എനിക്കറിയാം 10-20 വർഷമായിട്ട് ഒരേ സാലറിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് 10 വർഷമായിട്ട് ഒരേ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് 10 വർഷമായിട്ട് ഒരേ ഭക്ഷണം, ഇപ്പോൾ നമ്മുടെ ഡയറ്റ് പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ മറൂഫെ ഇത് തിന്ന് മടുത്തു എന്നാണ് 1 മാസം കഴിയുമ്പോൾ പറയാം. അതേസമയം നമ്മൾക്ക് ഒരേ സാലറിയിൽ ജീവിച്ചിട്ട് നമ്മൾ മടുക്കുന്നില്ല, പക്ഷെ നമ്മളുടെ മറ്റ് നീഡുകൾ കൂടി വരികയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ മൈൻഡിൽ ചില എറർ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് എക്സാക്ട്ലി അറിയില്ല എന്തുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റക്കായി പോയത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൈൻഡിലുള്ള ഈ എറർ പ്രോഗ്രാംസിനെ മനസ്സിലാക്കാനും അതിനെ പുതിയ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാനും, നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ, ഐഫോൺ പുതിയതിറങ്ങി, ഓരോ വർഷം പുതിയ ഐഫോൺ ഇറങ്ങുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് മിക്കവാറും ആളുകളുടെ സാലറിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവില്ല. അപ്ഡേറ്റ് വരുന്ന ആളുകളുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് അവർക്ക് ബെറ്റർ സാലറി ഉണ്ടാവും, ബെറ്റർ ജോലി ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഒരേ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ, ഒരേ രീതിയിലുള്ള വെക്കേഷന് പോകുന്ന ആളുകൾ, ഒരേ രീതിയിലുള്ള വണ്ടികൾ ഓടിക്കുന്ന ആളുകൾ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായത് എന്നുള്ളതിൻ്റെ ആ സയൻസാണ് നമ്മളവിടെ പഠിക്കുന്നത്. അങ്ങനെ ആ സ്റ്റക്കായ പ്രോഗ്രാമിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ ഹയർ പൊട്ടൻഷ്യലിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ഈ ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിൻ്റെ അടിമയായി നിൽക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അബ്ദുള്ള ഒരു വീട് വെക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അബ്ദുള്ള ഓൾറെഡി ചോദിക്കും, ഇപ്പോൾ നമ്മുടെ ടീമിലുള്ള ആൾക്കാരോടൊക്കെ, ഓക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഈ വീട് വെക്കുന്ന ഒരാളുണ്ടോ. അപ്പോൾ ഇമാജിൻ ചെയ്യുക, അബ്ദുള്ളൻ്റെ ഫ്രണ്ട് ഒരു വീട് വെച്ചു. അപ്പോൾ അയാളുടെ എൻജിനീയറിൻ്റെ ആ ഒരു കഴിവൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അബ്ദുള്ള ഒരു വീട് വെക്കുകയാണ്. വീട് വെച്ചപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അതേപോലത്തെ ഒരു ഡിസൈനാണ് അബ്ദുള്ളക്ക് തന്നതെങ്കിൽ അബ്ദുള്ള അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത്? അവിടെ ഇനി അങ്ങനത്തെ ഡിസൈൻ തന്നു കഴിഞ്ഞാൽ ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ അബ്ദുള്ള എനിക്ക് ആ എൻജിനീയർ റെഫർ ചെയ്യുമോ? തീർച്ചയായും ഇല്ല. കാരണം എന്താ? കാരണം അതേ സാധനം തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയകളിലും പുതുതായിട്ടുള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു തേട്ടമാണ്. പക്ഷേ ഈ തേട്ടം പലപ്പോഴും നമ്മളെങ്ങനെയോ പ്രോഗ്രാംഡ് ആണ്. സാലറി ഒന്നും കൂടാൻ പറ്റില്ല. ഹെൽത്ത് 10 വർഷമായി ഡയബറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒബീസിറ്റിയാണ്. ഇത് ഓക്കെയാണ്, ഇത് നോർമലാണ്, ഇതിങ്ങനെയാണ്. അങ്ങനെയല്ല പ്രകൃതി എപ്പോഴും ബെറ്റർ എക്സ്പ്രഷൻ. ഒരു വിത്ത് അത് മുളച്ച് വലിയ മരമാവാനാണ് ആഗ്രഹിക്കുന്നത്. ആ വിത്തിലുള്ളതിനേക്കാട്ടിലും പവർഫുൾ എനർജിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത്, ഇപ്പോൾ ഖുർആൻ എടുത്തു കഴിഞ്ഞാലും ബൈബിൾ എടുത്തു കഴിഞ്ഞാലും വേദങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലും ഖുർആനിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിൽ നിന്ന് ഊതിയപ്പോഴാണ് നിങ്ങൾ ഉണ്ടായത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു എസെൻസാണ്, ഗോഡിക്കിൾസ് എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പാർട്ടിക്കിളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മുടെ ഉള്ളിലൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരു വലിയ വടവൃക്ഷമാവേണ്ട ഒരാൾ, അതിനെ നമ്മൾ ഈ ബോൺസായി ചെടികളൊക്കെ പോലെ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് അതിൻ്റെ വളർച്ച മുരടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾക്ക് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടെന്നും
നമ്മുടെ പ്രോഗ്രാമിനെ മനസ്സിലാക്കാനും അതിനെ റിമൂവ് ചെയ്യാനും പുതിയ പ്രോഗ്രാമുകളെ നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് സക്സസ് പ്രോഗ്രാമിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതൊരു പക്ഷേ ഹെൽത്തിലായിരിക്കാം, അതൊരു പക്ഷേ റിലേഷൻഷിപ്പിലായിരിക്കാം, അതൊരു പക്ഷേ ഫൈനാൻഷ്യലായിരിക്കാം, എന്തും ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം, ഇതിൻ്റെ ബേസിക് പ്രോഗ്രാം സെയിം ആണ്. ആ ബേസിക് പ്രോഗ്രാം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം എടുത്തിട്ട് നിങ്ങൾക്ക് ഫാമിലിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവും. ഇത് നിങ്ങളെ ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതിൻ്റെ ആ ബേസിക് പ്രോഗ്രാം എന്താണെന്നാണ് ഞാൻ അതിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് A to Z മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പല ആളുകൾക്കും മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, മൈൻഡ് എന്ന് പറയുമ്പോൾ അബ്ദുള്ളൻ്റെ ഉള്ളിൽ വരുന്ന പിക്ചർ എന്താണ്? ഒരുപാട് ഓർമ്മകളും ചില കാൽക്കുലേഷൻസ് ഉള്ള എന്തോ ഒരു സാധനം. പല ആളുകൾക്കും മൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ബ്രെയിൻ ആയിട്ടാണ് അവർ അത് കാണുക. പല ആളുകൾക്കും ദർ ഈസ് നോ പിക്ചർ അബൌട്ട് മൈൻഡ്. അപ്പോൾ മൈൻഡ് എന്താണെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്, അല്ലെങ്കിൽ ആ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ സാംസങ് S24 ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ എങ്ങനെ ഉപയോഗിക്കണം, ഇതിൻ്റെ സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് എത്ര വലിയ ഫോണാണെങ്കിലും അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു സ്പോർട്സ് കാറുണ്ട്, ഒരു ഫെറാരി ഉണ്ട്, അല്ലെങ്കിൽ ലംബോഗിനി ഉണ്ട്, പക്ഷേ നിങ്ങൾക്കത് 20 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുള്ളെങ്കിൽ അത് ഫെറാരിയുടെ പ്രശ്നമല്ല, അത് ഐഫോണിൻ്റെ പ്രശ്നമല്ല, അത് സാംസങ്ങിൻ്റെ പ്രശ്നമല്ല, അത് നമുക്കത് ഉപയോഗിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാനുള്ള സ്കില്ല് നമുക്കില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മൾ ആ ഒരു സ്കില്ലിലോട്ട് നിങ്ങൾ എത്തുക. ഈ ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കുക, അതായത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു യൂസർ മാനുവൽ ആയിരിക്കും ഈ പ്രോഗ്രാം. മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനും നിങ്ങൾക്ക് സക്സസ്സിലോട്ടുള്ള ഒരു കോമ്പസ്, ഒരു GPS നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും നിങ്ങളെ മൈൻഡ് തന്നെ നിങ്ങളെ അവിടേട്ട് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമിങ്, ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഒരു ചെറുതായി പോകും. മെയിൻലി എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൈൻഡിൻ്റെ ഒരു യൂസർ മാനുവൽ ആയിരിക്കും നമ്മൾ അവിടെ തരിക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്ന് നിങ്ങളെ ജസ്റ്റ് അങ്ങ് വിടുമല്ല, നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ സെഷനുകളിലൂടെ അപ്കമിങ് ഗ്രൂപ്പുകളിലൂടെ ഒക്കെ നമ്മൾ ഡിസ്കഷൻ നടക്കുകയും നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി അതിൽ കൊടുന്നു തരും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം I don't know anybody is doing this, especially in മലയാളം. ഞാൻ ഒരുപാട് ട്രെയിനർമാരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്, അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പഠിപ്പിക്കുന്ന ഈ ഒരു സ്പെസിഫിക് സംഭവം അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, അതല്ലെങ്കിൽ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക. പക്ഷേ ഇവരോടൊക്കെ ഈ പഠിച്ച ആൾക്കാരോടൊക്കെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ ഞാൻ ഈ ചോദ്യം ചോദിക്കും, വാട്ട് ഈസ് മൈൻഡ്? അപ്പോൾ മൈൻഡ് എന്ന് പറയുമ്പോൾ അവർ ഇത് ബ്രെയിനായിട്ട് അവർക്ക് കാണുക. അപ്പോൾ എന്താണ് ആ മൈൻഡിൻ്റെ പിക്ചർ, എങ്ങനെയാണ് ഈ മൈൻഡിൻ്റെ എക്സാക്ട്ലി? അപ്പോൾ അഫർമേഷൻ പറയാം, പക്ഷേ അഫർമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ചില ആൾക്ക് പറയും നിങ്ങൾ ലോ ഓഫ് ഫ്രീക്വൻസി വൈബ്രേഷനിലാണ്. എന്താണ് ഈ വൈബ്രേഷൻ? അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടണം. എന്താണ് ഈ ഫ്രീക്വൻസി? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു 5ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി 100% you will have paka clarity on how mind is working and what is mind.